തൃതീയ സ്കന്ധം ആറാമത്തെ അധ്യായം എന്ന് പറഞ്ഞാൽ വിരാട് സ്വരൂപന്റെ വർണ്ണന. ആ വിരാട്ടിൽ നിന്നും ബ്രഹ്മാണ്ടത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ചൊക്കെയുള്ള ഭാഗങ്ങൾ തന്നെയാണ് നമ്മൾ ദ്വിതീയത്തിൽ പറഞ്ഞു തന്നെ. അത് നമ്മളുടെ ഈ ഭാഗവത കുടുംബം ഉള്ളപ്പോൾ തൊട്ട് ഇങ്ങോട്ട് സൽക്കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന അമ്മയാണ്. എല്ലാവർക്കും സുപരിചിതമാണ് പാർവതി അമ്മ, കുന്നത്ത് ഇല്ലം. ഇതൊക്കെ കൂടുതൽ പറയുകയാണെങ്കിൽ മള്ളിയൂർ അദ്ദേഹത്തിന്റെ ധാരാളം വായനകൾ ശ്രവിച്ച ഒരമ്മ. നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ലെങ്കിൽ അല്ലേ, അദ്ദേഹത്തോടൊപ്പം കൂടിയിട്ടുള്ളവരെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ പുണ്യമാണ്. അപ്പം അങ്ങനെയുള്ള മഹാത്മ്യമൊക്കെ നിറഞ്ഞതായിട്ടുള്ള അമ്മയെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ ഗുരുസ്മരണയായിട്ട് നടത്തുന്ന ഭാഗവത നവാഹയജ്ഞത്തില് ഇന്നത്തെ ആറാമത്തെ പ്രഭാഷണത്തിനായിക്കൊണ്ട് സവിനയം ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ദേവി സഹായം. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുഭ്യോ നമ. ആചാര്യ നമസ്കാരം. മറ്റെല്ലാവർക്കും എന്റെ പാദ നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് പ്രഭാഷണം പറയുന്നത്. എന്റെ തെറ്റുകൾ ക്ഷമിക്കണമെന്ന് പറയും. ശ്രീ ഗുരുഭ്യോ നമ. സർഗ എന്ന ലക്ഷണത്തോടെ തൃതീയ സ്കന്ധത്തിലെ ആറാമത്തെ അധ്യായത്തിൽ ഭഗവത് സൃഷ്ടിയെയാണ് വർണ്ണിക്കുന്നത്. വിതുര മൈത്രേയ സംവാദ രൂപത്തിലാണ് ശ്രീ ശിവമഹർഷി പരീക്ഷ മഹാരാജാവിന് ലോക സൃഷ്ടിയെ വർണ്ണിച്ചു കേൾപ്പിക്കുന്നത്. പ്രളയകാലത്തെ എല്ലാം തന്നിൽ ലയിപ്പിച്ച് യോഗനിദ്രയിലായിരുന്ന ഭഗവാൻ സൃഷ്ടി നടത്തണമെന്ന ആഗ്രഹത്തോടെ ഈക്ഷണമെന്ന ക്രിയയെ ചെയ്തു. അപ്പോൾ തന്നിൽ ഉറങ്ങിക്കിടന്നിരുന്ന പ്രകൃതിക്ക് വിക്ഷേപം സംഭവിക്കുകയും കാലം എന്ന ഭഗവാന്റെ വീര്യത്തെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. സൃഷ്ടിയുടെ ആദ്യഘട്ടത്തിൽ ഭഗവാൻ പ്രകൃതിയുടെ 23 തത്വങ്ങളെ സൃഷ്ടിച്ചു. മഹത്തത്വം, അഹങ്കാരം, പഞ്ചഭൂതങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 തന്മാത്രകൾ, മനസ്സ്, ഇവയാണ് 23 തത്വങ്ങൾ. ഈ 23 തത്വങ്ങൾക്ക് ഉണർവുണ്ടായിരുന്നില്ല. ഭഗവാന്റെ കാലം എന്ന അദൃശ്യ ശക്തി ഈ തത്വങ്ങളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ഭഗവാന്റെ സാന്നിധ്യം മാത്രമാണ് പ്രകൃതിയെ ചലിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഈ തത്വങ്ങളെല്ലാം ഒന്നു ചേർന്നപ്പോൾ സ്വർണ്ണ നിറമുള്ള ഒരു അണ്ഡമായി തീർന്നു. ഇവ 1000 ദിവ്യവർഷങ്ങൾ കാരണജലത്തിൽ ചയിച്ചു. കാലമായപ്പോൾ അതിൽ നിന്ന് വിരാട് പുരുഷൻ ഉത്ഭവിച്ചു. ഭഗവാന്റെ ആദ്യ അവതാരമാണ് ബ്രഹ്മാണ്ഡരൂപനായ വിരാട് പുരുഷൻ. ബ്രഹ്മാവിന്റെ സത്യലോകം മുതൽ പാതാളം വരെ ഭഗവാന്റെ അംഗങ്ങളാണ്. ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വിവിധ ഇന്ദ്രിയങ്ങളും അവയുടെ അധിപന്മാരായ ദേവതമാരും ഉണ്ടായി. ആദ്യമായി ഭഗവാന്റെ മുഖം പ്രകടമായി. ആ മുഖത്ത് നിന്ന് വാക്ക് എന്ന ഇന്ദ്രിയവും അതിന്റെ അധിപനായ അഗ്നിദേവനും ഉണ്ടായി. പിന്നീട് നാക്കും അണ്ണാക്കും ഉണ്ടായി. അതിൽ നിന്നും രസനേന്ദ്രിയവും അതിന്റെ ദേവനായ വരുണദേവനും ഉണ്ടായി. പിന്നീട് നാസികാദ്വാരങ്ങള് ഘ്രാണേന്ദ്രിയവും ഉണ്ടായി. അതിന്റെ ദേവതമാരായി അശ്വിനി ദേവന്മാർ വന്നു. പിന്നീട് കണ്ണുകൾ ഉണ്ടായി. കണ്ണിന്റെ കാഴ്ച ശക്തിക്കായി സൂര്യദേവൻ വന്നു. സൂര്യപ്രകാശം ഇല്ലെങ്കിൽ കണ്ണിന് കാഴ്ച ശക്തി കിട്ടൂലല്ലോ. സ്പർശനം അറിയാൻ തൊലിയും രോമകൂപങ്ങളും ഉണ്ടായി. അതിന്റെ ദേവനായി വായു ഭഗവാൻ മാറി. ശബ്ദം കേൾക്കാൻ ചെവികൾ പ്രകടമായപ്പോൾ ദിശയുടെ അധിപന്മാരായ ദിക്പാലകർ ശ്രവണശക്തിയായി വന്നു. വിരാട് പുരുഷന്റെ മുഖ്യ അവയവം വേർപെട്ടപ്പോൾ ബ്രഹ്മാവ് രേതസ് എന്ന ശക്തിയോടുകൂടി അവിടെ പ്രവേശിച്ചു. പിന്നീട് ബുധൻ വേർപെട്ടപ്പോൾ മിത്രൻ പായു എന്ന ശക്തിയോടുകൂടി അവിടെ പ്രവേശിച്ചു. പിന്നീട് വിരാട് പുരുഷന്റെ ശിരസിൽ നിന്ന് സ്വർഗവും പാദങ്ങളിൽ നിന്ന് ഭൂമിയും നാഭിയിൽ നിന്ന് ആകാശവും ഉത്ഭവിച്ചു. പിന്നീട് ഈ വിരാട് പുരുഷന്റെ കൈകളിൽ നിന്ന് ഇന്ദ്രദേവനും പാദങ്ങളിൽ നിന്ന് യജ്ഞപുരുഷനായ വിഷ്ണുവും ഹൃദയത്തിൽ നിന്ന് ഇന്ദ്രനും അഹങ്കാരത്തിൽ നിന്ന്
ശിവനും ബുദ്ധിയിൽ നിന്ന് ബ്രഹ്മാവും ആവിർഭവിച്ചു. പിന്നീട് സമൂഹത്തിലെ 4 വർണ്ണങ്ങളുടെ ഉത്ഭവത്തെ കുറിച്ച് പറയുന്നു. വിരാട് പുരുഷന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണരും, കൈകളിൽ നിന്ന് ക്ഷത്രിയരും, തുടകളിൽ നിന്ന് വൈശ്യരും, പാദങ്ങളിൽ നിന്ന് ശൂദ്രനും ഉണ്ടായി എന്ന് പറയുന്നു. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഭഗവാന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. ഭഗവാന്റെ വിരാട് സ്വരൂപം എത്രയോ വിപുലമാണ്. അതിനെ വർണ്ണിക്കാൻ ഭഗവാന് തന്നെ സാധ്യമല്ല. ഭഗവാന്റെ ഈ വിശ്വരൂപം മനസ്സിൽ ധ്യാനിക്കാൻ എല്ലാവർക്കും സാധിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ഹരേ നമ. കായേന വാചാ മനസേന്ദ്രിയ വാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ജഗദംബിയായേ സമർപ്പയാമി. എന്തായാലും ആ വിഷയം ഭംഗിയായിട്ട്, അതിൽ കൂടുതൽ അവിടെ പറയാനൊന്നുമില്ല. സൃഷ്ടിയിൽ പറയുമ്പോൾ ദ്വിതീയത്തിൽ പറഞ്ഞത് തന്നെയാണ് അവിടെ വീണ്ടും ആവർത്തിക്കുന്നതും. എന്തായാലും അത് ഒരു ഇടതടവില്ലാതെ ആ ഏറ്റെടുത്ത ജോലി ഭംഗിയായിട്ട് അത് നിവർത്തിച്ചു. അമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. ഇനിയും ധാരാളം പ്രഭാഷണങ്ങളും പാരായണങ്ങളും ഒക്കെ ആയിട്ട് ഭഗവാനെ സേവിക്കാൻ വേണ്ട പോലെ കുമാരലു ഭഗവതിയും അതുപോലെ തന്നെ ഗുരുവായൂരപ്പനും ആയുസ് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ. ധാരാളം സത്സംഗങ്ങളിൽ പങ്കെടുക്കാൻ, കാരണം ധാരാളം കാലം ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ കൂട്ടുവരെ ചെന്നിരിക്കുമ്പം ഈ പാർവതി ചേച്ചിയെ അവിടെ എപ്പോഴും കാണും. ഞങ്ങള് സ്കൂളിൽ പോകുന്ന സമയത്ത് നവരാത്രി കാലത്ത് അവിടെ മള്ളിയൂർ അദ്ദേഹത്തിന്റെ പാരായണം സപ്താഹമുണ്ട്. അപ്പൊ ആ സപ്താഹം മുഴുവൻ കേട്ട ഒരാളാണ്. അതൊരു വലിയൊരു മാഹാത്മ്യമായിട്ട് തന്നെ തോന്നാറുണ്ടായിരുന്നു. എന്തായാലും ഒരു ഭാഗ്യമാണ് നമുക്ക് അവരെയൊക്കെ പരിചയപ്പെടാനും അവരുടെ നിന്നൊക്കെ ഒരു ചെറിയൊരു വാക്കുകൾ കിട്ടിയാൽ തന്നെ നമ്മൾ വലിയൊരു ഭാഗ്യം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അമ്മയുടെ പാദങ്ങളിൽ വീണ്ടും നമസ്കരിക്കുന്നു.